പിന്നെ അവൻ്റെ ബാഡ്ജും അതും ഇതുമൊക്കെ ആ പോലീസുകാരനെ പിടിച്ചു വാങ്ങിച്ചിട്ട് അവനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ആ പോലീസുകാരനെ RSS അതായത് ABVP അടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ അത്ര വൃത്തികെട്ട മനസ്സുള്ളവനാണ്. അപ്പോൾ യവനെയൊക്കെ പിടിച്ച് DGP ആക്കാൻ കൊള്ളാമോ? അപ്പോൾ നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഈ കേരളത്തിൽ ഭരിക്കാൻ വരുന്ന ഗവൺമെൻറ് ആയിരുന്നാലും ശരി, BJP ഭരിക്കുമ്പോൾ അവർ ചെയ്തോട്ടെ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ BJP അല്ലേ ഭരിക്കുന്നത്, ഫാസിസ്റ്റ് ഭരണമല്ലേ, അവർ എന്തും ചെയ്യണം. പിന്നെ ഇന്ത്യയിൽ പിന്നെ ജനാധിപത്യമാണെന്ന് പറയാം. എന്ത് ജനാധിപത്യമാണ് ഇന്ത്യയിൽ? ഒരു ജനാധിപത്യമില്ല, മതാധിപത്യമാണ് നടക്കുന്നത് ഇന്ത്യയിൽ. മതാധിപത്യമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പണാധിപത്യമാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് ഹിന്ദു ധനാഢ്യന്മാർക്ക് വേണ്ടി രണ്ട് ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലെ, പാവപ്പെട്ട ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വേണ്ടി എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതുപോട്ടെ, ആ പ്രശ്നം ഇവിടെ വന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ വേറൊരു സമയത്ത് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതത്തിൽ വേർതിരിവുണ്ടാക്കുന്ന, മതങ്ങൾ തമ്മിൽ പകയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ കേരളത്തിൽ DGP ആയിരുന്നവനാണ്. യാതൊരു വിവരമില്ല. ഈ മനുഷ്യന്മാർക്ക് ചാണകം തിന്നു തുടങ്ങിയ വിവരം നശിക്കും. ചാണകവും തിന്ന് പശുവിൻ്റെ മൂത്രവും കുടിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്തായാലും ശരി, അയാൾ പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടന സേവാഭാരതിയാണെന്ന്. അതൊക്കെ ഇനി PSCയിൽ ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. പറയുന്ന ആരാണ്? ഇത്രയും വിവരമുള്ള ഒരു DGP ആയിരുന്നോ പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടന സേവാഭാരതി. സേവാഭാരതി എവിടെയാണ്? എന്ത് സേവനമാണ് ചെയ്തത്? ഇവിടെ എവിടെയാണ് എന്ത് സേവനമാണ് ചെയ്തത്? തെണ്ടിത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഒരു DGP ആയിട്ടിരുന്ന, കേരള പോലീസിന്റെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ഒരു മനുഷ്യൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ കൊള്ളാം? ഇയാൾ എവിടത്തുകാരനാണ്? ഇയാൾക്ക് വല്ല വിവരം ഉണ്ടാ? ചാണകം തുടങ്ങിയാൽ യാതൊരു കാരണവശാലും വിവരം ഉണ്ടാവില്ല. അതുപോലെ അമൃതാനന്ദമയി ആയിരക്കണക്കിന് കോടി രൂപയുടെ സേവനം നടത്തുന്നു. വിവിധ ജാതി മതസ്ഥർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഏത് മതസ്ഥർക്കാണ് അവർ വീട് വെച്ച് കൊടുത്തത്? അവർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ഹിന്ദുക്കൾക്ക്, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? മാതാ അമൃതാനന്ദമയ്യ കൊല്ലക്കാടത്ത് നിന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും ആരാണെന്ന്, അവരാരായിരുന്നുവെന്ന്. അവർക്ക് എവിടെ നിന്ന് പൈസ? അവരെന്തുണ്ടാക്കിയാണ് പൈസ കിട്ടുന്നത്? എവിടെ നിന്നാണ്? അവർക്ക് എന്താ വ്യവസായമാണ്? അവരാരായിരുന്നു? അവർ വെറും പാവപ്പെട്ട ഒരു മുഖസ്ത്രീ ആയിരുന്നു. യാതൊരു കഴിവുമില്ലാത്ത. ഉയർന്നു വരട്ടെ, ആളുകൾ ഉയർന്നു വരട്ടെ, സേവനം ചെയ്യട്ടെ. പക്ഷേ ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്? എന്തെങ്കിലും കണക്കുണ്ടാ? ആർക്ക് കണക്ക്? ഒരു കണക്കുണ്ടാ? ഇല്ല. അപ്പോൾ അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അവർക്ക് എന്തും ആവാം, ഏത് രീതിയിലും ആവാം. അപ്പോൾ